ഹലോ, അടുത്ത നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈനമാറ്റിക് അതായത് സ്റ്റിഫ്നെസ് മെത്തേഡിൽ നമ്മൾ ഇത്ര നാൾ ചെയ്തത് കാൻഡിലിവർ ബീമിൻ്റെ ഒക്കെ ആയിരുന്നു. നമുക്ക് ഒരു ബാർ എലിമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബാർ എലിമെൻറ്റ് എന്ന് പറയുമ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാർ എലിമെൻറ്റിൻ്റെ കേസിൽ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബാർ എലിമെൻറ്റ്. അതിൻ്റെ കേസിൽ അതിന് രണ്ട് സിസ്റ്റം കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ട് അൺനോൺ സിസ്റ്റം കോർഡിനേറ്റ്സ് R1 R2 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട്. നിങ്ങൾക്ക് 1 2 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ R1 R2 എങ്ങനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ രണ്ട് സിസ്റ്റം കോർഡിനേറ്റ്സ് ആണുള്ളത്, R1 R2. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ്സ് രണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി നമുക്ക് 2 എന്ന് പറയാം. അതായത് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് 2/2 ആണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? അതിൻ്റെ രണ്ട് സിസ്റ്റം കോർഡിനേറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, K2/2. ഞാൻ മെട്രിക്സും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്, K11 K12 K21 K22. അതായിരിക്കും ആ സ്റ്റിഫ്നെസ് മെട്രിക്സിലെ എലിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഓരോ എലിമെൻറ്റ്സും എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് പിന്നെ K11 K12 K21 K22 ഒക്കെ ഞാൻ കണ്ടുപിടിക്കുന്നു നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം സ്റ്റിഫ്നെസ് എന്താണെന്ന് നോക്കാം. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ്, അതിന് എമൗണ്ടാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് നമ്മളെ സിസ്റ്റം കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ എന്ന് പറയുമ്പം നമ്മളിവിടെ നമുക്ക് രണ്ട് സിസ്റ്റം കോർഡിനേറ്റ്സ് ഉള്ളത്. ഇവിടെ R1 എന്ന് പറയുന്ന സിസ്റ്റം കോർഡിനേറ്റ്, അതുപോലെ തന്നെ R2 എന്ന് പറയുന്ന സിസ്റ്റം കോർഡിനേറ്റ്. അപ്പോൾ R1 ഫസ്റ്റ് നമ്മൾ ചെയ്യുക, R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ R1 പൊസിഷനിലുള്ള ഫോഴ്സും അതുപോലെ തന്നെ R2 പൊസിഷനിലുള്ള ഫോഴ്സും കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് R2 പൊസിഷന് ഉള്ള ഫോഴ്സും അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷൻ R1 പൊസിഷനിലുള്ള ഫോഴ്സുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് പുട്ട് R1 = 1. R1 = 1 എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ R1 = 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെയുള്ള ഫോഴ്സിനാണ് 1 കൊടുക്കുന്നത്. ഫോഴ്സ് അല്ല, നമ്മൾ അങ്ങനെയാണ് പൊതുവെ പറയുക. ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റം കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്, സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആ ഫോഴ്സിനല്ല കേട്ടോ, അത് മാറിപ്പോകരുത്. ഫ്ലെക്സിബിലിറ്റിനാണെങ്കിൽ ആ ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എന്നാൽ സ്റ്റിഫ്നെസ്സിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ എന്തിൽ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റിഫ്നെസ്സിൻ്റെ അകത്ത്. അപ്പോൾ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഒരു ബാർ എലിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, ഒരു ഫിക്സഡ് ബാർ എലിമെൻറ്റ്, ഒരു ബാർ എലിമെൻറ്റിൽ ഒരു യൂണിറ്റിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇലോങ്ങേഷൻ, ഇങ്ങനെ ഒരു ഇലോങ്ങേഷൻ എക്സ്ട്രാ ഉണ്ടാവും. ആ ഇലോങ്ങേഷൻ ΔL, ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ആ ΔLൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ΔL = PL / A എന്ന് പഠിച്ചിട്ടില്ല ഇക്വേഷൻ. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പണ്ട് പഠിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ΔL = PL/A എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആ ΔLനാണ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ R1 എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ആ യൂണിറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക, P കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിലാണ് നമ്മൾ ഈ ΔL = PL/A എന്നുള്ള ഇക്വേഷനിലെ ആ ΔL = PL/A എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് ΔLന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഫോഴ്സ് Pൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്, Pൻ്റെ വാല്യൂ. ഓക്കെ, ഇതിന് ക്ലിയർ ആവുകയും മനസ്സിലാക്കുക. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ΔLന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫോഴ്സ് P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ΔL = PL/A എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫോഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P = എന്ത് വരും? P = ΔL × AE/L എന്ന് വരും അല്ലേ. P
പി ഈക്വൽ ടു ഡെൽറ്റ എൽ ഇൻറ്റു എ ഇ ബൈ എൽ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് പീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോൾ ഡെൽറ്റ എൽ ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള പീൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഡെൽറ്റ എൽ ഈക്വൽ ടു 1 നമ്മുടെ പീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ എ ഇ ഡിവൈഡഡ് ബൈ എൽ ആയിരുന്നു. അപ്പോൾ ഡെൽറ്റ എൽ ഈക്വൽ ടു എൽ 1 ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ത് വരും, എ ഇ ബൈ എൽ എന്ന് വരും. പി ഇസ് ഈക്വൽ ടു എ ഇ ബൈ എൽ വരും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റിഫ്നെസ്. ഈ എ ഇ ബൈ എൽ ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. എവിടെയുള്ള സ്റ്റിഫ്നെസ്, നമ്മൾ R1 എന്ന് പറയുന്ന യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ, അവിടെയുള്ള സ്റ്റിഫ്നെസ്, അതിൻ്റെ റിയാക്ഷനാണ് എ ഇ ബൈ എൽ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, നമുക്കറിയാം ഡിഫ്ലക്ഷൻ ഡെൽറ്റ എൽ ഈക്വൽ പി എൽ ബൈ എ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൽ ഇൻറ്റു എ ഇ ബൈ എൽ വരും. ഇനി ഡെൽറ്റ എല്ലിന് യൂണിറ്റ് വാല്യൂ ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു എ ഇ ബൈ എൽ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റിഫ്നെസ്, അതായത് ഈ പൊസിഷൻ യൂണിറ്റ് R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് എ ഇ ബൈ എൽ. അതാണ് ഇവിടെ കാണിച്ചില്ല. R1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ വാല്യൂ എ ഇ ബൈ എൽ എന്ന് വരും ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ്, ഒരു ബാർ എലിമെൻറ്റ് ഇവിടെ നോക്കി, ഇതൊരു ബാർ എലിമെൻ്റ് അല്ലേ, ഇങ്ങനെ ഒരു ബാർ ഇവിടെ മാറ്റി വരച്ചാൽ ചെറുതായിട്ട്, അതായത് അല്ല ഇവിടെ നോക്കുക, ഇതാണ് ഒരു ബാർ എലിമെൻറ്റ്, അതിന് ഇവിടെ ഇങ്ങനെയാണ് ഫോഴ്സ് ഉള്ളത് എ ഇ ബൈ എൽ. അപ്പോൾ ആ ഒരു ബാർ എലിമെൻറ്റ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ബാർ എലിമെൻറ്റ് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ എന്ത് വേണം, ഇവിടെ എ ഇ ബൈ എൽ ഈ ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സെക്കൻഡ് പൊസിഷനിൽ എന്ത് വേണം, എ ഇ ബൈ എൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് കിട്ടി, അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സും കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. എങ്ങനെ, R1 ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നിങ്ങളെ സ്റ്റിഫ്നെസ് മെട്രിക്സിനകത്ത് നിങ്ങൾ ഇവിടെ ഇതുകൂടി എഴുതി വെക്കും. എങ്ങനെ, ഇവിടെ R1 ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റത്തെ കോളം കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് കോളം R2 ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് കോളം കിട്ടും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, R1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം, R2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് കോളം എന്ന് പറയുന്നത്. നോക്കിയാൽ മതി, നിങ്ങളത് എഴുതി വെക്കണേ അവിടെ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് K11 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോഴ്സ് കറസ്പോണ്ടിങ് ടു യൂണിറ്റ് വാല്യൂ ആയിട്ട് ഫസ്റ്റ് പൊസിഷൻ, അതാണ് K11. K12 ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോഴ്സ് കറസ്പോണ്ടിങ് ടു എന്താണ്, യൂണിറ്റ് വാല്യൂ ആയിട്ട് സെക്കൻഡ് പൊസിഷൻ കോർഡിനേറ്റ്, അതാണ് K12. K21 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള ഫോഴ്സ് കറസ്പോണ്ടിങ് ടു യൂണിറ്റ് വാല്യൂ ആയിട്ട് ഫസ്റ്റ് പൊസിഷൻ. K22 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള ഫോഴ്സ് കറസ്പോണ്ടിങ് ടു യൂണിറ്റ് വാല്യൂ ആയിട്ട് സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, R1 ഈക്വൽ ടു 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ പൊസിഷനിൽ R1 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ എ ഇ ബൈ എൽ തന്നെ. ഇവിടെയാണെങ്കിൽ എ ഇ ബൈ എൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നേരത്തെ നമ്മുടെ ഫ്രെയിമിൽ ഇതിൻ്റെ R2ൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, R1 ഇങ്ങോട്ടേക്കാണ്, അതുപോലെ R2 ഇങ്ങോട്ടേക്കാണ്, രണ്ടും പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്താണ്, R2ൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, R2 ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ R2ൻ്റെ വാല്യൂ എന്ത് വരും, മൈനസ് വരും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് R1 സെയിം ഡയറക്ഷനിലായത് എ ഇ ബൈ എൽ തന്നെ. R2 നമ്മളെ സിസ്റ്റം കോർഡിനേറ്റ്സ് ഇങ്ങനെയായിരുന്നു, പക്ഷെ നമുക്കിവിടെ കിട്ടിയ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, അതുകൊണ്ട് മൈനസ് എ ഇ ബൈ എൽ വന്നു. ഓക്കെ, അതാണ് സംഭവം. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെക്കൻഡ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് കോർഡിനേറ്റ് നേരത്തെ പോലെ തന്നെ R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സിൻ്റെ ഇക്വേഷൻ P is equal to ഡെൽറ്റ എൽ ഇൻറ്റു എ ഇ ബൈ എൽ എന്നായിരുന്നു. ഡെൽറ്റ എല്ലിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു എ ഇ ബൈ എൽ എന്നാവും പിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് സെക്കൻഡ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എ ഇ ബൈ എൽ കിട്ടും. ഓക്കെ, ഇനി ഈ ബീം എലിമെൻറ്റിൻ്റെ ഇവിടെ ഇങ്ങോട്ടേക്ക് എ ഇ ബൈ എൽ ഉണ്ടെങ്കിൽ അതിന് ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പുറത്തെ സൈഡിൽ എ ഇ ബൈ എൽ അപ്ലൈ ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എ ഇ ബൈ എൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, എങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ സ്റ്റിഫ്നെസ് കോർഡിനേറ്റ്സ് കോയിഫിഷ്യൻറ്റ് നമുക്ക് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സിലെ മെമ്പേഴ്സിനാണ്.
അപ്പോൾ A/L എന്നുള്ളത് ഇവിടെ കിട്ടും. ഇവിടെ ഓപ്പോസിറ്റ് A/L. പക്ഷേ ഇവിടെ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് R1 ഡയറക്ഷൻ ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ട് -A/L വരും ഫസ്റ്റത്തെ എലിമെൻറ്റ്. സെക്കൻഡ് എലിമെൻറ്റ് A/L വരും. ഓക്കെ. ഇനി നമുക്കതിന് സ്റ്റിഫ്നെസ് മെട്രിക്സിനകത്ത് അത് ഒരുമിച്ച് എഴുതാം. 2 കോളംസും. സ്റ്റിഫ്നെസ് മെട്രിക്സ് K22 ആണ്. അപ്പോൾ A/L R1 = 1 ആകുമ്പോഴാണ് ഫസ്റ്റത്തെ കോളം. സെക്കൻഡ് R2 = 1 ആകുമ്പോഴത് A/L -A/L, ഇത് -A/L, ഇത് A/L. ഓക്കെ. അപ്പോൾ K11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഫോഴ്സ്. K12 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കിട്ടിയ ഫോഴ്സ്. അത് മാറിപ്പോകരുത്. നേരത്തെ ഫ്ലെക്സിബിലിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിച്ചാണ്. അതുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റത്തെ കോർഡിനേറ്റ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എലിമെൻറ്റ് കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് കോളത്തിൽ എലിമെൻറ്റ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഉണ്ടെങ്കിൽ തേർഡ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് നമുക്ക് തേർഡ് കോളത്തിൽ എലിമെൻറ്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് ഫ്ലെക്സിബിലിറ്റിനേക്കാളും എളുപ്പം സ്റ്റിഫ്നെസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ അതാണ് നമ്മൾ കേസ്. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിനകത്ത് A/L കോമൺ ആണ്, അത് പുറത്തെടുക്കാം. A/L ഇൻറ്റു അങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. A/L ഇൻറ്റു 1 -1 -1 1. ഈ മെട്രിക്സ് പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു ബാർ എലിമെൻറ്റിൻ്റെ അതിൽ ആക്സിയൽ ഫോഴ്സ് ആണ് അതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ് എങ്കിൽ അതിൻ്റെ കേസിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് A/L 1 -1 -1 1 എന്നായിരിക്കും. ഓക്കെ, നമുക്ക് സെക്കൻഡ് എന്താണെന്ന് നോക്കാം. അടുത്തത് നെക്സ്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓഫ് എ ബീം ഫോർ എ സെക്കൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു ബീം എലിമെൻറ്റ്, നേരത്തെ ബാർ എലിമെൻറ്റ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കേസിൽ കഴിഞ്ഞു. നമുക്കൊരു ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ റിയാക്ഷൻസ്, അതായത് അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷനിലെ വെർട്ടിക്കൽ ഫോഴ്സാണ് അതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് എങ്കിൽ ഒരു ബീമിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ. നേരത്തെ നമ്മൾ ആക്സിയൽ ഫോഴ്സ് എടുത്തത്. ആക്സിയൽ ഫോഴ്സ് ഏതിൻ്റെ കേസിൽ വരും? ആക്ച്വലി ബീമിൽ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ ആക്സിയൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ബീമിൻ്റെ കേസിൽ. അപ്പോൾ അത് നമ്മൾ ട്രസ് എലിമെൻറ്റിൻ്റെ കേസിലാണ് നമുക്ക് നേരത്തെ ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്ത് ഈ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് വേണ്ടിയത് സ്ട്രെസ് എലിമെൻറ്റിൻ്റെ കേസിലാണ്. സ്ട്രെസ് എലിമെൻറ്റിൻ്റെ കേസിലാണ് നമ്മൾ അതിൽ ആക്സിയൽ ഫോഴ്സസ് കൺസിഡർ ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ കംപ്രഷനും ടെൻഷനും. ബീമിൻ്റെ കേസിൽ അത് കൺസിഡർ ചെയ്യുന്നില്ല. ബീമിൻ്റെ കേസിൽ നമ്മൾ മൊമെൻറ്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബീം എലിമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബീം എലിമെൻ്റ് ഉണ്ട്, അതിൻ്റെ 2 സിസ്റ്റം കോർഡിനേറ്റ്സ് R1 R2 എന്ന് പറഞ്ഞ സിസ്റ്റം കോർഡിനേറ്റ്സ്, അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെ കേസിൽ എങ്ങനെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വരും? ഇതിൻ്റെ 2 സിസ്റ്റം കോർഡിനേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ 2 സിസ്റ്റം കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിലുണ്ടാവുക? 2 സിസ്റ്റം കോർഡിനേറ്റ്സ് ഉള്ളത് കൊണ്ട് 2/2 ആയിരിക്കും. അതിൻ്റെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി 2 ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുന്നത് 2/2 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. K22 = K11 K12 K21 K22 എന്നാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. K22 എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് സെയിം സ്റ്റെപ്പ് തന്നെ. നമ്മൾ ഫസ്റ്റത്തെ സിസ്റ്റം കോർഡിനേറ്റ്സിന് സിസ്റ്റം കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക? ഫോഴ്സ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ അതാണ് ചെയ്യുന്നത്. പുട്ട് R1 = 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിയാക്ഷൻ, അതായത് ഫോഴ്സിന് ഇവിടെയുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ബീം എലിമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാൻറ്റിലിവർ തന്നെ ബീം എലിമെൻറ്റിൻ്റെ കേസിൽ ഇവിടെ യൂണിറ്റ് ഫോഴ്സ് P എന്ന് പറഞ്ഞ ഫോഴ്സാണ് സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വരിക എന്നുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ P ആണ് R1 എന്ന് പറഞ്ഞ P ആണ് ഒരു സിസ്റ്റം കോർഡിനേറ്റ്സ് ഉള്ള കേസിൽ, റിയാക്ഷൻ ഉള്ള കേസിൽ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ, അതിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒറ്റൊരു സിസ്റ്റം കോർഡിനേറ്റ് ആണ്. P എന്ന് പറയുന്ന ഒറ്റൊരു സിസ്റ്റം കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. P എന്ന് പറയുന്നത് നമുക്ക് R1 1 അതിൻ്റെ അല്ലെ P1
എന്ത് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം സിസ്റ്റം കോർഡിനേറ്റ്സിനൊക്കെ. നമ്മൾ പൊതുവേ 1 2 3 അല്ലെങ്കിൽ R1 to R2 അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റയ്ക്ക് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പം നമുക്ക് അവിടെയുള്ള ഫോഴ്സ് RA, റിയാക്ഷൻ RA അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് Kൻ്റെ വാല്യൂ കിട്ടിയത് 12 EI/L³ ആണ്. 12 EI/L³ ആണ് അവിടെയുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റിഫ്നെസ് 12 EI/L³. ഓക്കെ, അപ്പം നമ്മളിപ്പോഴത്തെ കേസിൽ എന്താണ് നമ്മുടെ ഇതിൻ്റെ കേസിൽ എന്താ വരിക, ഇവിടെ നമ്മൾ R1-ന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തു. അതായത് ഈ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റക്ക് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള റിയാക്ഷൻ നമുക്ക് കിട്ടിയത്, അതിൻ്റെ റിയാക്ഷൻ RA അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടിയത് 12 EI/L³ ആണ്. നമ്മൾ നേരത്തെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ വെച്ച് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പം അതായിരിക്കും അവിടെയുള്ള R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ. എത്രയായിരിക്കും? 12 EI/L³. നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കാതെ വീണ്ടും ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇങ്ങനെ R1 = 1 അതുപോലെ തന്നെ എന്നിട്ട് ആ ഒരു കോൾ ചെയ്തോ, R2 = 1 എന്നിട്ട് ഒരു കോൾ ചെയ്തോ. വീണ്ടും അത് സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ല, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ വെച്ചിട്ട് ചെയ്യണ്ട. ഒറ്റ കോർഡിനേറ്റ്സ് ഉള്ള കേസിലാണെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ വെച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത് വരുന്നത് 12 EI/L³ ആയിരിക്കും ഇവിടെയുള്ള റിയാക്ഷൻ വരുന്നത്, ഈ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇനി R1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 12 EI/L³ എന്ന് പറഞ്ഞ ഫോഴ്സ് അപ്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബീമിനെ ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് വേണം, സെയിം മാഗ്നിറ്റ്യൂഡിൽ എന്ന് പറഞ്ഞാൽ 12 EI/L³ ഒരു ഡൗൺവേർഡ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, എങ്കിലേ ആ സിസ്റ്റം അല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ 12 EI/L³ വരും. ഈ R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ ഡൗൺവേർഡ് 12 EI/L³. പക്ഷേ നമ്മൾ R2 ഡയറക്ഷൻ എങ്ങനെയായിരുന്നു ഇവിടെ ക്വസ്റ്റ്യനിൽ? അപ്വേർഡ് ആണുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ എന്ത് വരും? മൈനസ് സൈൻ വരും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് സൈൻ വരും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 12 EI/L³ ഇവിടെ ഉണ്ട്, ഇവിടെ ഡൗൺവേർഡ് 12 EI/L³. അപ്പോൾ R1 = 1 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കോൾ എന്താ? 12 EI/L³ - 12 EI/L³. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കോർഡിനേറ്റ്സിന് R2-ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് കോർഡിനേറ്റ് R2-ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഈ R2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് എന്ത് കിട്ടും? 12 EI/L³ അപ്വേർഡായിട്ട് 12 EI/L³ എന്നുള്ള റിയാക്ഷൻ കിട്ടും R2-ന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്വേർഡ് ആയതുകൊണ്ട് ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി ഇവിടെ ഡൗൺവേർഡ് കൊടുക്കുക, അത് 12 EI/L³ വരും. അപ്പോൾ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ത് വരും? അതിൻ്റെ R2 = 1 എന്ന് കൊടുക്കുമ്പോൾ -12 EI/L³ വരും, ഇവിടെ +12 EI/L³ വരും. ഓക്കെ, നമുക്കതിന് സ്റ്റിഫ്നെസ് മെട്രിക്സ് Kൻ്റെ ഫോർമുലയ്ക്ക് എഴുതാം. അപ്പോൾ K = 2/2 ആണ്. 12 EI ഇവിടെ ഇങ്ങനെ നിങ്ങൾ എഴുതണേ. R1 = 1, ഇവിടെ R2 = 1 ആകുമ്പോൾ കിട്ടുന്ന കോളാന്ന് കാണിക്കണം. 12 EI/L³ -12 EI/L³ -12 EI/L³, 12 EI/L³. 12 EI/L³ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ എന്ത് വരും? 12 EI/L³ × 1 - 1 - 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബീം എലിമെൻറ്റിൻ്റെ കേസിൽ അതിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്തെങ്കിൽ അതിൻ്റെ കേസിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് 12 EI/L³ 1 - 1 - 1 1. അതായത് ആക്സിയൽ ഫോഴ്സ് ആണ് സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്തെങ്കിൽ എന്താണ്? A/L × 1 - 1 - 1 1. ഓക്കെ, ഇവിടെ 12 EI/L³ 1 - 1 - 1 1 വരും. ഓക്കെ, ഇതാണ് കേസ്. നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്തത് നമ്മുടെ ഇതിൻ്റെ ബീം എലിമെൻറ്റിൻ്റെ കേസിൽ നമ്മളതിൻ്റെ മൊമെൻ്റ് ആണ് നമ്മളതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്തെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രെയിം സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബീം എലിമെൻറ്റ് R1 R2 എന്ന് പറയുന്ന മൊമെൻ്റ് ആണ് നമ്മളതിൻ്റെ സ്റ്റിഫ്നെസ് കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്തതെങ്കിൽ, അതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്തെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയാണ് വരിക? ഇവിടെ 2 സിസ്റ്റം കോർഡിനേറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? 2 സിസ്റ്റം കോർഡിനേറ്റ്സ് ഉള്ളതുകൊണ്ട് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആയിരിക്കും. 2 ഫ്രീ റിയാക്ഷൻസ് ആണുള്ളത്, അതുകൊണ്ട് 2 ആയിരിക്കും വരിക DKൻ്റെ വാല്യൂ. സോ DK 2 ആയതുകൊണ്ട് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും വരിക. അപ്പോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് K = ഇങ്ങനെ വരും. മെട്രിക്സ് K = K11 K12 K21 K22 എന്ന് പറയുന്ന ഓർഡറിലാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ സിസ്റ്റം കോർഡിനേറ്റ്സ് R1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്
R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ R1 എന്താ മൊമെൻ്റ് അല്ലേ, ആ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, റൊട്ടേഷൻ അല്ലേ, സ്ലോപ്പല്ലേ ഉണ്ടാവുക, റൊട്ടേഷനല്ലേ സ്ലോപ്പല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്ലോപ്പിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതായിരിക്കും അതിൻ്റെ സ്റ്റിഫ്നെസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ R1 എന്ന് പറഞ്ഞ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് അതിൻ്റെ സ്ലോപ്പിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാം. R1 എന്ന് പറയുന്ന പൊസിഷനിലും അതുപോലെ തന്നെ R2 എന്ന് പറയുന്ന പൊസിഷനിലുള്ള. അതുപോലെ തന്നെ സെക്കൻഡ് കേസ് R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് സെക്കൻഡ് തീറ്റ എ ആണെങ്കിൽ തീറ്റ ബി ആണെങ്കിൽ തീറ്റ ബി ഈക്വൽ ടു യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഫസ്റ്റ് പൊസിഷനിലുള്ളതും സെക്കൻഡ് പൊസിഷനിലുള്ളതും അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാം. ഫസ്റ്റ് പുട്ട് R1 ഈക്വൽ ടു 1, R1 1 എന്നുള്ള വാല്യൂ അപ്ലൈ. R1ന് 1 എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മൈൻഡിലുണ്ടാവണം, R1ന് 1 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഫോഴ്സിനെല്ലാം 1 കൊടുക്കുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിനാണ് 1 കൊടുക്കേണ്ടത്. അപ്പോൾ R1 എന്ന് പറയുന്ന സിസ്റ്റം കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ 1 കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ സിസ്റ്റം കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഒന്നെങ്കിൽ ഫോഴ്സ് ആവാം അല്ലെങ്കിൽ മൊമെൻ്റ് ആവാം. ഓക്കെ, നമുക്ക് രണ്ട് ഡെഫിനിഷനാണുള്ളത് സ്റ്റിഫ്നെസ്സിന്. എന്താണ്, ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ മൊമെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് സിസ്റ്റം കോർഡിനേറ്റ്സ് മൊമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കേസിൽ എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുവാന്ന് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ വെച്ചിട്ട്. അതാണ് ഇത്. അതായത് ഇവിടെ മൊമെൻ്റ് ആണ് സിസ്റ്റം കോർഡിനേറ്റ്സ്. ആ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു സിസ്റ്റം കോർഡിനേറ്റുള്ളൂ, അത് ഐ എൻഡിലെ ബി എൻഡിലെ മൊമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടിയിരിക്കുന്നത് എന്താണ്, K ഈക്വൽ ടു 4EI/L എന്നാണ് കിട്ടിയത് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബീം എലിമെൻറ്റിൻ്റെ അതായത് ഇവിടെ നോക്കാം, ഈ ഒരു എൻഡിൽ 4EI/L എന്നുള്ള മൊമെൻ്റാണ് ഉള്ളതെങ്കിൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ എന്തുണ്ടാവും, അതിൻ്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്യും. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, SA2 പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഒരു എൻഡിൽ M മൊമെൻ്റാണ് അപ്ലൈ ചെയ്തെങ്കിൽ അതിൻ്റെ ഹാഫ് M/2 ആയിരിക്കും അതിൻ്റെ ഫാർ എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എൻഡിൽ 4EI/L അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫാർ എൻഡിൽ നമ്മൾ 2EI/L ആയിരിക്കും മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വെൻ എ മൊമെൻറ്റ് ഈസ് അപ്ലൈഡ് അറ്റ് one end its half moment is carried out to the other end. ഓക്കെ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 4EI/L ആണ് മൊമെൻറ്റ് യൂണിറ്റ് വാല്യൂ. സിസ്റ്റം കോർഡിനേറ്റ് മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് 4EI/L ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ R1 കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. R1 കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് വാല്യൂ എന്ന് പറയുമ്പം നമ്മളെ സിസ്റ്റം കോർഡിനേറ്റ്സ് നമ്മളെടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ, നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടും. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അതായത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ്. ഇവിടെയാണ് R1 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ്, റൊട്ടേഷൻ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് റൊട്ടേഷൻ തീറ്റ എ എന്ന് AB എന്നുള്ള ഇതായതുകൊണ്ട് തീറ്റ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. മൊമെൻ്റ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അതിൻ്റെ സ്റ്റിഫ്നെസ് 4EI/L എന്നല്ല നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന വാല്യൂ. അപ്പോൾ എന്താ വരുന്നത്, 4EI/L വരും. അതായത് ഇവിടെ θ1 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ്, അവിടെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ആണ് 4EI/L. അപ്പോൾ ഈ ഒരു എൻഡിൽ 4EI/L എന്ന് പറയുന്ന മൊമെൻറ്റ് ഈ എൻഡിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ എന്തായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഫാർ എൻഡിൽ അതിൻ്റെ ഹാഫ് 4EI/Lൻ്റെ ഹാഫ് 2EI/L സെയിം ഡയറക്ഷനിൽ 2EI/L ആയിരിക്കും മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, R1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ R1 ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ എന്ന് പറയുന്നത് ഒന്ന് 4EI/L, ഫസ്റ്റ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 4EI/L, സെക്കൻഡ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് 2EI/L വരും. ഓക്കെ, നമ്മൾ അതുപോലെ സെക്കൻഡ് പൊസിഷൻ R2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കേസിൽ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിഫ്നെസ് എന്താണെന്ന് നോക്കാം. R2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. R2 നമ്മൾ എങ്ങനെയാണ് ബീം, ഇവിടെയാണ് ക്ലോക്ക് വൈസിലാണുള്ളത്.
R2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ, R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ മൊമെൻ്റ് ആകുമ്പോൾ സ്ലോപ്പിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. ഏത് ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസിലാണ് വേണ്ടത്. അപ്പോൾ ക്ലോക്ക് വൈസിലാകുമ്പോൾ എങ്ങനെ വരും, അത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ഇങ്ങനെ. ഇതല്ലേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇത് തീറ്റ ബി. അപ്പോൾ തീറ്റ ബിക്കാണ് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മുകളിലേക്കാണ് അതിൻ്റെ ഡിഫ്ലക്ഷൻ ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇങ്ങനെ മുകളിലേക്കാണ് വരുന്നത്. മുകളിലേക്കാണ് ഡിഫ്ലക്ഷൻ ഡയഗ്രാം വരിക, കണ്ടോ. അപ്പം അതിന് തീറ്റ ബി ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ്, ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് 4EI/L ആയിരിക്കും. അതിൻ്റെ ഫാർ എൻഡിൽ അതിൻ്റെ ഹാഫ് 2EI/L ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാർ എൻഡിൽ 2EI/L മൊമെൻറ്റ് അപ്ലൈ ചെയ്ത പോയിന്റിൽ 4EI/L ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടെ ഫസ്റ്റ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 2EI/L, സെക്കൻഡ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4EI/L. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും, സ്റ്റിഫ്നെസ് മെട്രിക്സ് K22 is equal to എന്ത് വരും, R1 is equal to 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇത്, R2 equal to 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം. ഓക്കെ, അപ്പോൾ 22 is equal to എന്ത് വരും, K is equal to 4EI/L 2EI/L 2EI/L 4EI/L എന്നുള്ള വാല്യൂ വരും. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എന്ത് എഴുതാം, EI/L ഇൻറ്റു, അത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം, അതുകൂടി നിങ്ങൾ അവിടെ എഴുതി വെച്ചോട്ടോ, EI/L ഇൻറ്റു 4 to 2 4 എന്ന് എഴുതാം, EI/L ഇൻറ്റു 4 to 2 4. ഓക്കെ, ഇതാണ് നമ്മളെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇതിൻ്റെ മൊമെൻ്റ് ആണ് അതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ എടുത്തെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ബീമിന് അതിൻ്റെ മൊമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷനും, രണ്ട് എൻഡിലും മൊമെൻറ്റും വെർട്ടിക്കൽ റിയാക്ഷനും സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 4 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്കിൽ, ഡിഗ്രി ഓഫ് ഫ്രീഡം 4 ആണെങ്കിൽ അതിൻ്റെ കേസിൽ എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് വരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ,